അരി വറുത്ത് ഉണ്ട ഉണ്ടാക്കിയാലോ 3 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന്. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉണ്ടയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് റേഷനരി വെച്ചോ അല്ലെങ്കിൽ ചുവന്ന അരി വെച്ചിട്ടോ കുത്തരി വെച്ചോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന 3 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, ഓൾ എന്ന ഓപ്ഷൻ. വേഗം വീഡിയോയിലേക്ക് പോയിട്ട് തിരിച്ചെത്താം. വെള്ള അരിയോ ചുവന്ന അരിയോ ഏത് വേണമെങ്കിലും നമ്മുടെ ഈ ഉണ്ട ഉണ്ടാക്കാനായിട്ട് എടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. 3 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ രുചി വായിൽ നിന്ന് മായുകയേയില്ല. റേഷനരി വെച്ച് ഇത് ഉണ്ടാക്കാം കേട്ടോ. റേഷനരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് എടുത്ത് ഈ ഉണ്ട ഉണ്ടാക്കാം. അതുപോലെ തന്നെ ചുവന്ന അരി, നല്ല കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ ചുവന്ന അരി വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് റേഷനരിയാണ്. ആ റേഷനരി 2 കപ്പ് റേഷനരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ നമുക്ക് കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളം പോകാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാൻ എടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ പൊട്ടി പൊട്ടി, അതായത് അരി വീർത്ത് മലര് പോലെ പൊങ്ങി വരും. അതാണ് ഇതിൻ്റെ ഒരു പാകം. അത് നല്ലതുപോലെ എല്ലാ അരിയും നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ആ ചൂട് കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ വീർത്ത് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ ഭാഗവും എല്ലാ അരികളും അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാതെ നോക്കുകയും ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പോൾ ഏകദേശം എല്ലാ സ്ഥലത്തും അതിൻ്റെ ചൂടെത്തും, എല്ലാ അരികളും വീർത്ത് വന്നോളും. അപ്പോൾ അരിയെല്ലാം വീർത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം മലര് പോലെയായി. നമുക്കൊന്ന് കടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും, നല്ല പൊട്ടി അങ്ങ് പോകും. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം. എന്നാലും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി മിക്സിയുടെ ജാറെടുത്ത് നമുക്ക് ഈ അരിയെല്ലാം പൊടിച്ചെടുക്കാം. ആദ്യം തന്നെ പൊടിച്ചെടുക്കേണ്ടത് അരിയാണ്. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ അത് പൊടിച്ചെടുക്കണം. അത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ അരി. ആ അരി നന്നായിട്ട് മിക്സിയിൽ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി മധുരത്തിനായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഞാനിവിടെ ഒരു ഉണ്ടയുടെ 4/1 ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത്രയും ചേർക്കുമ്പോൾ തന്നെ നല്ല മധുരമുണ്ട്. കാരണം നമ്മൾ 2 കപ്പ് അരി മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഏകദേശം ഇത്രയും മധുരം മതിയാവും. ഒരു ഉണ്ട ശർക്കരയുടെ 4/1 ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ശർക്കര കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് പൊടിച്ചിട്ട് അത് ഇതിനകത്തേക്ക് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ മിക്സിയിൽ ചിലപ്പോൾ കുരുവായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിയണമെന്നില്ല. അപ്പോൾ ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അരിയും ശർക്കരയും ഏലക്കയും നമ്മൾ ഇട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അരമുറി തേങ്ങ നമുക്ക് ചെറിയ അരമുറിയാണ് കേട്ടോ, വലിയ തേങ്ങയല്ല, ചെറിയ അരമുറി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി മിക്സിയിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഉണ്ട ഉണ്ടാക്കാനുള്ള പൊടി റെഡി ആയി കഴിഞ്ഞു. ഇനി ഉണ്ട പിടിച്ചാൽ മതി. അപ്പോൾ മമ്മിയാണ് ഇതാ ഇവിടെ ഉണ്ട ഉണ്ടാക്കി തരുന്നത് കേട്ടോ. ഉണ്ട നല്ല റൗണ്ട് ഷേപ്പിൽ ഉരുട്ടി ഇതാ പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് 3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമെങ്കിലൊന്ന് ക്ഷമിച്ചേക്കൂട്ടോ. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പങ്കുവയ്ക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ 3 മിനിറ്റിൽ ഈ ടൈപ്പ് അരിയുണ്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു നമ്മുടെ അരിയുണ്ട. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന അരിയുണ്ടയാണ്. എത്ര കഴിച്ചാലും മതി വരില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അരി വറുത്ത് പൊടിച്ച് കഴിച്ചാലും മതി വരാത്ത കിടിലൻ ഉണ്ടയാണിത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാനും എളുപ്പമാണ്. ഗുട്ടൻസ് മനസ്സിലായല്ലോ, നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അപ്പോൾ വീണ്ടും കാണാം ജുവൽ ബേബീസ് വേൾഡിലൂടെ. ബൈ.